ഡോക്ടർ മനോജ്, ഇങ്ങനെയൊരു ദുരന്തമുണ്ടായി അതിൻ്റെ സാധ്യമായ എല്ലാ തരത്തിലും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കേരളം ഒന്നാകെ നിൽക്കുകയും ചെയ്യുന്നത്. പക്ഷെ നോക്കൂ, ഇത്തരം ചില ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ അതിൽ നിന്നും പഠിക്കേണ്ട ചില പാഠങ്ങളെക്കുറിച്ച് കൂടി ചിന്തിക്കുന്നത്. ആ നിലയിൽ ചില വിവരങ്ങളിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ, ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ CM പറയുന്നുണ്ട്, ഇതിനു മുൻപ് ഒരു തരത്തിലും ഇത്തരത്തിലൊരു ഉരുൾപൊട്ടൽ സാധ്യത ഉണ്ടാകാനേ സാധ്യതയില്ലാത്ത മേഖലയാണ് ഈ ചൂരൽക്കാട് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഈ ഉരുൾപൊട്ടൽ നടന്ന പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത്. പക്ഷേ അത്തരം മേഖലകൾ പോലും ഇത്തരത്തിൽ ഈ പ്രകൃതി ദുരന്തങ്ങളുടെ പിടിയിലാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ജനങ്ങൾ, അവിടെ താമസിക്കുന്ന ജനങ്ങൾ, അതിന് പുറത്ത് നിൽക്കുന്ന നമ്മൾ ഒക്കെയും വലിയ ആശങ്കയോടെ അത് കാണുന്നു. കാരണം നാളെ ഒരുപക്ഷെ നമ്മൾ നിൽക്കുന്ന മേഖലകളിലേക്കും ഇത് ഉണ്ടായേക്കാം എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഡോക്ടർ മനോജ് അങ്ങനെ നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്കപ്പുറം അല്ലെങ്കിൽ വിലയിരുത്തലുകൾക്കപ്പുറം ഈ പ്രകൃതി ദുരന്തങ്ങൾ അത് ബാധിക്കാൻ സാധ്യതയില്ലാത്ത മേഖലകളെ പോലും ഇങ്ങനെ ബാധിക്കുന്നത്? പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ ഇപ്പോൾ എല്ലാ വർഷവും കേരളത്തിന്റെ നിത്യ കാഴ്ചയാകുകയാണല്ലോ. ഇന്ന് രാവിലെ ഈ വാർത്ത കേൾക്കുമ്പോൾ മുതൽ എന്തായിരിക്കാം അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് സംബന്ധിച്ച് ആലോചിക്കുകയായിരുന്നു. സാധാരണ ഇതുപോലെ പല ദുരന്തങ്ങളും ഉണ്ടായപ്പോൾ ആദ്യം ഉയർന്നു വന്നിട്ടുള്ളത് ആ പരിസരങ്ങളിലൊക്കെ അനധികൃതമായിട്ടുള്ള ക്വാറികളുടെ പ്രവർത്തനമോ അതല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുമോ ഒക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ചാണ്. പക്ഷേ അത്തരത്തിലൊരു വാർത്ത ഇന്ന് കേൾക്കുവാൻ സാധിച്ചിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ പ്രധാനമായും അതിതീവ്രമായ മഴ തന്നെയാണ് ഈ ചൂരൽമലയിൽ ഉരുൾപൊട്ടലിന് കാരണമായിട്ടുള്ളത്. കഴിഞ്ഞ അവിടെ ആ പ്രദേശങ്ങളിൽ മലമ്പ്രദേശമാണ്, നമുക്ക് മഴമാപിനികൾ വളരെയധികം കുറവാണ്. എങ്കിലും ലഭ്യമായ വിവരം വെച്ച് നമുക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഈ ചൂരൽമലയിൽ 37.2 സെൻറ്റിമീറ്റർ മഴയാണ് ലഭിച്ചിട്ടുള്ളത്. സാധാരണ ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ കണക്കനുസരിച്ച് 24 മണിക്കൂറിനുള്ളിൽ ഒരു ദിവസത്തിൽ 21.5 സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്ററോ അതിൽ കൂടുതലോ മഴ ലഭിച്ചാൽ അത് അതിതീവ്ര മഴ അല്ലെങ്കിൽ എക്സ്ട്രീംലി ഹെവി റെയിൻഫോൾ എന്നുള്ള കണക്കിൽ വരും. പക്ഷേ ഇവിടെ ലഭിച്ചിട്ടുള്ളത് 37 ആണ്. അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു 2 മടങ്ങിനടുത്ത് ഈ IMDയുടെ ത്രെഷോൾഡ് വാല്യൂവിൻ്റെ ഇരട്ടിയോളം മഴയാണ് ഒരു 24 മണിക്കൂർ ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 ആഴ്ചയോളമായി വയനാട്ടിൽ പല സ്ഥലങ്ങളിലും നിർത്താത്ത രീതിയിലുള്ള മഴയുണ്ട്. ഈ 48 മണിക്കൂർ കഴിഞ്ഞ 2 ദിവസത്തെ കണക്കെടുത്താൽ അവിടെ ലഭിച്ചിട്ടുള്ളത് 57.2 സെൻറ്റിമീറ്റർ മഴയാണ്. അതുപോലെ കഴിഞ്ഞ 5 ദിവസത്തെ അക്യുമുലേറ്റഡ് റെയിൻഫോൾ അത് എടുത്തു നോക്കുമ്പോൾ പല പ്രദേശങ്ങളിലും 70 മുതൽ 90 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ആ ചൂരൽമലയുടെ മണ്ണിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ അത് ചെങ്കുത്തായ ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ മണ്ണ് ഈ ബ്ലാക്ക് ലാറ്ററൈറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന മണ്ണാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മണ്ണിന് വെള്ളത്തെ പെട്ടെന്ന് പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ സമ്മർദ്ദം അധികമായാൽ അത് അപ്പം തന്നെ റിലീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുണ്ടായിട്ടുള്ള വെള്ളത്തിൻ്റെ ഈ കഴിഞ്ഞ 5 ദിവസമായി തുടർച്ചയായി മഴ ലഭിച്ച് അതിൻ്റെ സാച്ചുറേഷൻ ലെവൽ കഴിഞ്ഞ് ആ വെള്ളത്തിൻ്റെ അതിസമ്മർദ്ദം കൊണ്ട് പൊട്ടി വന്നതാവാം എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അതോടൊപ്പം പരിശോധിക്കേണ്ടത് 2020 പുത്തുമലയിലുണ്ടായിട്ടുള്ള അപകടം ഇതിന് തൊട്ടടുത്തുള്ളതാണ്. ആ സ്ഥലങ്ങളിലൊക്കെ അന്ന് കാരണമായി പറഞ്ഞിരുന്നത് സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന കുഴലീകൃതമായ രീതിയിലുള്ള മണ്ണൊലിപ്പ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളായിരുന്നു. ഈ ചൂരൽമലയിലും അത്തരത്തിലുള്ള സോയിൽ പൈപ്പിംഗ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അത് ജിയോളജിസ്റ്റുകളാണ് ആ സ്ഥലം സന്ദർശിച്ച് പറയേണ്ടത്. ആ തരത്തിലുള്ള സാധ്യതകളും നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. എന്തായിരുന്നാലും കഴിഞ്ഞ ഒരാഴ്ചയായി കാലവർഷം ശക്തിപ്പെട്ടു വരികയും അതിൻ്റെ ഭാഗമായി മൺസൂൺ കാറ്റ് ശക്തിപ്പെടുകയും കൂമ്പാരമേഘങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ കൂമ്പാരമേഘങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ മുതൽ 16 മുതൽ 18 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള അത്രയും ഭീമാകാരമായിട്ടുള്ള മഴമേഘമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു വലിയ ജലബോംബ് സ്ഥാപിച്ചിരിക്കുന്നത് പോലെയാണ്. അതിൽ നിന്ന് തുടർച്ചയായി പെയ്യുന്ന ഈ മഴ ഏത് സ്ഥലത്തിനാണ് ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നുള്ളത് അത് വയനാടല്ല, ഏത് സ്ഥലത്ത് പെയ്താലും ഇതുപോലെയോ അല്ലെങ്കിൽ ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യമുണ്ടാവും. കാരണം കേരളത്തിൻ്റെ കാലാവസ്ഥ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന അറബിക്കടലിൽ ടെമ്പറേച്ചർ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെയധികം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഗോള സമുദ്ര താപനിലയുടെ ഇരട്ടി വേഗതയിലാണ് അറബിക്കടലിൽ താപനം സംഭവിക്കുന്നത്.
ഇങ്ങനെ അധികമായിട്ടുണ്ടാകുന്ന താപനത്തിൻ്റെ ഭാഗമായി അന്തരീക്ഷത്തിലെത്തുന്ന വാട്ടർ വേപ്പർ, ആ വാട്ടർ വേപ്പർ മേലേക്ക് ഉയർന്ന് കൂമ്പാരമേഘങ്ങൾക്ക് രൂപീകരണത്തിന് അനുയോജ്യമായിട്ട് ഒരു ഭൂപ്രകൃതി കൂടി ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ മാത്രമല്ല വരും വർഷങ്ങളിലും ഇതുപോലെ പുത്തുമലയോ അല്ലെങ്കിൽ ചൂരൽമലയോ ഒക്കെ ആവർത്തിക്കുന്നതിനുള്ള ഒരു സാധ്യത നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. എന്തായിരുന്നാലും ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ മഴ ഒരിക്കലും ഇത്രയധികം ദുരന്തമുണ്ടാക്കുമെന്ന് ഒരാളും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അലേർട്ട് പ്രകാരം അവിടെ ഓറഞ്ച് അലേർട്ടാണ്. ഓറഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യെല്ലോ കഴിഞ്ഞ് ഓറഞ്ച് കഴിഞ്ഞാണ് റെഡ് വരുന്നത്. റെഡ് അലേർട്ട് പോലും ഇല്ലാതിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അവിടെയാണ് ഈ 1-2 ദിവസം കൊണ്ട് ഇത്രയധികം വലിയ വ്യാപ്തിയിൽ മഴയുണ്ടായിട്ടുള്ളത്. മഴ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാൾ വളരെയധികം ബുദ്ധിമുട്ടാണ് ആ മഴ ഒരു ഉരുൾപൊട്ടലിന് കാരണമാകുമോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. കാരണം ഉരുൾപൊട്ടലിന് 3 ഘടകങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കണം. ഒന്ന്, അതിന് പിന്നിലുള്ള അതിതീവ്ര മഴയുടെ സാധ്യത. മറ്റൊന്ന്, ആ ഭൂപ്രകൃതിയുടെ ചെരിവ്. ഒരു 20 ഡിഗ്രിയോ അതിൽ കൂടുതലോ ചെരിവുള്ള ഏത് പ്രദേശത്ത് വേണമെങ്കിലും തിയററ്റിക്കലായി ഉരുൾപൊട്ടലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മറ്റൊന്ന്, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഭൂവിനിയോഗം അല്ലെങ്കിൽ മനുഷ്യൻ്റെ കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ടോ. ഈ 3 കാരണങ്ങൾ വെച്ചുകൊണ്ട് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ഉരുൾപൊട്ടൽ സാധ്യത സോണേഷൻ മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മേഖലയിൽ പെടുന്ന പ്രദേശങ്ങളാണ് കേരളത്തിലെ ഏകദേശം 20% കിഴക്കൻ മലയോര മേഖലകളിൽ ഇതുപോലെ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള കണക്ക്. പക്ഷേ എങ്കിലും സ്വാഭാവികമായും അവിടെ നമുക്ക് പ്രായോഗികമായി ഒരു ഉരുൾപൊട്ടൽ സാധ്യത മുന്നറിയിപ്പ് കൊടുക്കുന്നതിന് പലവിധ പ്രശ്നങ്ങളുണ്ട്. കാരണം ലോകത്തെവിടെയും ഉരുൾപൊട്ടൽ കൃത്യമായിട്ട് മഴ പ്രവചിക്കുന്നത് പോലെ നമുക്ക് പ്രവചിക്കാൻ സാധിക്കുകയില്ല. കാരണം അതൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള അന്തരീക്ഷ ഘടകം മാത്രമല്ല, ഭൂപ്രകൃതിയും അതിൻ്റെ